ഹലോ, എന്നോട് കുറേ പേര് ചോദിക്കണ്ടായി, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും കോച്ച് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാർഡിയോ വർക്കൗട്ടിലാണോ അതോ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചു. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടൂളാണ്, നമ്മളെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ്. നമുക്ക് എക്സസ് കാലറി ബേൺ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കാർഡിയോ. സോ നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മളിപ്പം വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, മസിൽ ബിൽഡ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് വെയിറ്റ് ട്രെയിനിങ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്നത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ പുഷ് പുൾ ലെഗ് മെത്തേഡാണ്. വീക്ക്ലി 2 വൈസ് സെയിം മസിൽ ഗ്രൂപ്പിനെ ഹിറ്റ് ചെയ്യുന്ന മെത്തേഡ്. നിങ്ങൾക്ക് ഏത് സ്പ്ലിറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പുഷ് പുൾ ലെഗ് ആയിക്കോട്ടെ, ബ്രോ സ്പ്ലിറ്റ് ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. റിസൾട്ട് കിട്ടില്ല എന്നല്ല, പക്ഷേ കുറച്ചുകൂടി റിസൾട്ട് ഓറിയൻറ്റഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ഒരു മസിലിനെ തന്നെ 2 വൈസ് വീക്ക് ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ കാലറി ബേൺ ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്ട്രാ അവിടെ മസിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യാം. ഓക്കെ, കാർഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം ഒരു 20 to 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ത്രെഡ്മില്ല് അല്ലെങ്കിൽ ഏത് മെഷീനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക, സൈക്ലിങ്, ത്രെഡ്മില്ല്, സ്റ്റെയർ മാസ്റ്റർ, എലിപ്റ്റിക്കല്, നിങ്ങളുടെ ജിമ്മിൽ ഏതാണോ അവൈലബിൾ അതിലൊരു 20 to 30 മിനിറ്റ്സ് നിങ്ങളുടെ ഗോളിനനുസരിച്ച് നിങ്ങളത് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. ദിസ് ഈസ് കോച്ച് ബി സൈനിങ് ഓഫ്.